ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ചെന്നൈ നഗരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചെന്നൈയിലെ ഓരോ തെരുവുകളിലൂടെയും നടക്കുമ്പോൾ നമുക്ക് സിനിമയുടെ സ്വാധീനം വ്യക്തമായി കാണാൻ സാധിക്കും. ചുവരുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ പോസ്റ്ററുകളും വലിയ ഫ്ലെക്സ് ബോർഡുകളും പുതിയ പൂമാലകൾ അണിയിച്ച് നിർത്തിയിരിക്കുന്ന സിനിമാ താരങ്ങളുടെ വലിയ കട്ടൗട്ടുകളും കണ്ടാൽ അതൊരു തുറസായ അമ്പലമാണോ എന്ന് നാം സംശയിച്ചു പോകും. അരുണാചലം സ്ട്രീറ്റ്, ഫോറം വിജയ മാൾ, വിജയ ഹോസ്പിറ്റൽ, ഭരണി അപ്പാർട്ട്മെന്റ്സ് എന്നിങ്ങനെ നഗരത്തിലെ പല തെരുവുകൾക്കും സ്ഥാപനങ്ങൾക്കും പഴയകാല സിനിമാ സ്റ്റുഡിയോകളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. തിരക്കിട്ട് നടന്നു പോകുന്ന ജനങ്ങൾ പലപ്പോഴും ഈ സ്ഥലങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയ സിനിമാ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എങ്കിലും പ്രസാദ് സ്റ്റുഡിയോയിലെ ഒരു പഴയ സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ നഗരത്തിലെ ഒരു ചെറിയ ഹോട്ടലിൽ ഇഡലി വിളമ്പുന്ന ഒരു പ്രായമായ മനുഷ്യനോ ഇപ്പോഴും തങ്ങളുടെ യൗവനത്തിൽ സിനിമയുടെയും ഫിലിം റോളുകളുടെയും ലോകത്ത് ജീവിച്ച കാലം ഓർമ്മിക്കുന്നുണ്ടാകും. തെന്നിന്ത്യൻ സിനിമയുടെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കോടമ്പാക്കം. ഈ സ്ഥലപ്പേരിൽ നിന്നാണ് തമിഴ് സിനിമാ ലോകത്തിന് കോളിവുഡ് എന്ന പേര് ലഭിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ ആർക്കോട്ട് നവാബിന്റെ കുതിരകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഉറുദു ഭാഷയിൽ കുതിരകളുടെ പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ഘോഡാബാഗ് എന്ന വാക്കിൽ നിന്നാണ് കോടമ്പാക്കം എന്ന പേരുണ്ടായത്. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ സ്റ്റുഡിയോകളിൽ ഒന്നായ AVM സ്റ്റുഡിയോസ് നിലകൊള്ളുന്നത്. 1949-ലാണ് AVM ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. വടപളനിയിലെ ആർക്കോട്ട് റോഡിലൂടെ പോകുമ്പോൾ AVM സ്റ്റുഡിയോയുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഭൂഗോളത്തിന്റെ മാതൃക ആർക്കും കാണാം. എന്നാൽ AVM സ്റ്റുഡിയോയുടെ കഥ തുടങ്ങുന്നത് കോടമ്പാക്കത്ത് വെച്ചല്ല, അതിനും വളരെ മുൻപ് വളരെ ദൂരത്തു നിന്നാണ്. AVM സ്റ്റുഡിയോയുടെ സ്ഥാപകനായ അബിച്ചി മെയ്യപ്പൻ എന്ന AV മെയ്യപ്പൻ ചെന്നൈയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള കാരേക്കുടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. മെയ്യപ്പന്റെ പിതാവ് അബിച്ചി ചെട്ടിയാർക്ക് AV ആൻഡ് സൺസ് എന്ന പേരിൽ ഒരു വ്യാപാര സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ കടയിൽ ക്യാമറയിൽ ഉപയോഗിക്കുന്ന കോഡാക് ഫിലിമുകൾ വിൽക്കാൻ തുടങ്ങിയതോടെയാണ് ആ കുടുംബം ദൃശ്യങ്ങളുടെ ലോകത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. പിന്നീട് അവർ ഗ്രാമഫോൺ റെക്കോർഡുകളുടെ വിൽപ്പന ആരംഭിച്ചു. 1920-കളിൽ HMV, കൊളംബിയ തുടങ്ങിയ പ്രശസ്ത കമ്പനികളുടെ ഗ്രാമഫോൺ റെക്കോർഡുകൾ മധുര, തിരുച്ചിറപ്പള്ളി, രാമനാഥപുരം, തിരുനെൽവേലി എന്നീ ജില്ലകളിൽ വിതരണം ചെയ്തിരുന്നത് ഇവരായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വ്യാപാരത്തിൽ ബുദ്ധിശക്തി കാണിച്ച AV മെയ്യപ്പൻ കേവലം റെക്കോർഡുകൾ വിൽക്കുന്നതിന് പകരം സ്വന്തമായി ഗ്രാമഫോൺ റെക്കോർഡുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1932-ൽ അദ്ദേഹം മദ്രാസിലേക്ക് താമസം മാറി. അവിടെ തന്റെ സുഹൃത്തുക്കളായ നാരായണ അയ്യങ്കാർ, സുബ്ബയ്യ ചെട്ടിയാർ എന്നിവരുമായി ചേർന്ന് മൗണ്ട് റോഡിൽ സരസ്വതി സ്റ്റോഴ്സ് എന്നൊരു സ്ഥാപനം തുടങ്ങി. അക്കാലത്ത് ശാസ്ത്രീയ സംഗീതത്തിന് മാത്രമേ വലിയ വിലയുണ്ടായിരുന്നുള്ളൂ. നാടൻ പാട്ടുകളെയും നാടകഗാനങ്ങളെയും സമൂഹത്തിലെ ഉയർന്ന ആളുകൾ, പ്രത്യേകിച്ചും യാഥാസ്ഥിതികരായ ബ്രാഹ്മണ സമൂഹം വലിയ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ദീർഘവീക്ഷണമുള്ള ഒരു വ്യാപാരിയായ മെയ്യപ്പൻ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നാടകഗാനങ്ങൾക്കുള്ള വലിയ സ്വാധീനം തിരിച്ചറിഞ്ഞു. നാടൻ പാട്ടുകളും ജനപ്രിയ നാടകങ്ങളിലെ പാട്ടുകളും ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം റെക്കോർഡ് ചെയ്ത് വിൽക്കാൻ മെയ്യപ്പൻ തീരുമാനിച്ചു. ഈ തീരുമാനം ചരിത്രപരമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കി. 1934-ൽ സരസ്വതി സ്റ്റോഴ്സ് പ്രശസ്തമായ നാടകങ്ങളിലെ ഗാനങ്ങൾ റെക്കോർഡുകളായി പുറത്തിറക്കി തുടങ്ങി. അവയ്ക്ക് ജനങ്ങൾക്കിടയിൽ ലഭിച്ച വലിയ സ്വീകാര്യത മെയ്യപ്പനെ അത്ഭുതപ്പെടുത്തി. രാമായണം, തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കോവലന്റെ കഥ എന്നിവ മെയ്യപ്പൻ റെക്കോർഡുകളാക്കി മാറ്റി. പ്രശസ്ത ജർമ്മൻ കമ്പനിയായ ഒഡിയോൺ എന്ന സ്ഥാപനവുമായി മെയ്യപ്പൻ ഒരു കരാറുണ്ടാക്കി. ഇവിടെ ശബ്ദം റെക്കോർഡ് ചെയ്ത വാക്സ് ജർമ്മനിയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് വലിയ തോതിൽ 78 RPM ഷെല്ലാക് റെക്കോർഡുകൾ ഉണ്ടാക്കി മദ്രാസിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിലും ജനപ്രിയ സംസ്കാരത്തിലും ഇത് വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. റെക്കോർഡുകളുടെ വിജയത്തിന് ശേഷം മെയ്യപ്പൻ ചലിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്, അതായത് സിനിമയിലേക്ക് ശ്രദ്ധ തിരിച്ചു. മെയ്യപ്പൻ സരസ്വതി സൗണ്ട് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചു. പിന്നീട് ഇത് സരസ്വതി ടാക്കീസ് പ്രൊഡ്യൂസിംഗ് കമ്പനി എന്നറിയപ്പെട്ടു. അക്കാലത്ത് മദ്രാസിൽ സിനിമ ചിത്രീകരിക്കാനുള്ള സ്റ്റുഡിയോ സൗകര്യങ്ങളില്ലായിരുന്നു. അതിനാൽ 1935-ൽ തന്റെ ആദ്യ ചിത്രമായ അല്ലി അർജുന ചിത്രീകരിക്കുന്നതിനായി മെയ്യപ്പൻ കൊൽക്കത്തയിലെ പ്രശസ്തമായ ന്യൂ തിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പോയി. എന്നാൽ ഈ സിനിമ സാമ്പത്തികമായി വലിയൊരു പരാജയമായിരുന്നു. സ്റ്റുഡിയോയിലെ വലിയ ലൈറ്റുകളുടെ പ്രകാശം താങ്ങാൻ കഴിയാതെ അഭിനേതാക്കൾ കണ്ണുകൾ പകുതി അടച്ചുകൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന് മെയ്യപ്പൻ തന്നെ പിന്നീട് മനസ്സിലാക്കി. തന്റെ ആത്മകഥയായ മൈ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ അനുഭവം വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രമായ രത്നാവലിയും കൊൽക്കത്തയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. നിർഭാഗ്യവശാൽ അതും പരാജയമായി. തുടർന്ന് അദ്ദേഹം തന്റെ മൂന്നാമത്തെ ചിത്രമായ നന്ദകുമാർ പൂനെയിലെ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ് സിനിമാ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഈ സിനിമ തുടക്കമിട്ടു. ഈ സിനിമയിലൂടെയാണ് തമിഴ് സിനിമയിൽ ആദ്യമായി പ്ലേബാക്ക് സിംഗിങ് എന്ന ആശയം കൊണ്ടുവന്നത്. സിനിമയിലെ ദേവകിയായി അഭിനയിച്ച അഭിനേത്രിക്ക് പാടാൻ കഴിയാതിരുന്നതിനാലാണ് ലളിത വെങ്കിട്ടരാമൻ എന്ന ഗായികയെക്കൊണ്ട് മെയ്യപ്പൻ പിന്നണി പാടിച്ചത്. സിനിമ പരാജയപ്പെട്ടെങ്കിലും അതിലെ ഗാനങ്ങൾ വൻ വിജയമായി മാറി. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷവും മെയ്യപ്പൻ സിനിമ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല.
മെയ്യപ്പൻ ജയന്തിലാൽ എന്ന സുഹൃത്തുമായി ചേർന്ന് ബാംഗ്ലൂരിൽ പ്രഗതി പിക്ചേഴ്സ് ലിമിറ്റഡ് എന്നൊരു പുതിയ കമ്പനി ആരംഭിച്ചു. ആദ്യത്തെ ചെറിയ സ്റ്റുഡിയോയും ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. എന്നാൽ ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അതോടെ യൂറോപ്പിൽ നിന്നുള്ള സിനിമാ ഉപകരണങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിലച്ചു. ഇതിനിടെ സരസ്വതി സ്റ്റോഴ്സിലെ പങ്കാളിത്തവും അവസാനിച്ചിരുന്നു. അതിനാൽ മെയ്യപ്പൻ സ്റ്റുഡിയോ മദ്രാസിലെ അടയാറിലേക്ക് അഡ്മിറാൽറ്റി ഹൗസ് എന്ന് പിന്നീട് അറിയപ്പെട്ട വിജയനഗർ ഫോർട്ടിലേക്ക് മാറ്റി. ഉപയോഗിച്ച പഴയ ഉപകരണങ്ങൾ വെച്ചാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. 1941 നിർമ്മിച്ച ഭൂ കൈലാസ് എന്ന തെലുങ്കു ചിത്രമാണ് മെയ്യപ്പന് ആദ്യമായി വലിയൊരു വിജയം നേടിക്കൊടുത്തത്. അക്കാലത്തെ മദ്രാസ് സംസ്ഥാനം എന്നത് ഇന്നത്തെ തമിഴ്നാട്, കേരളത്തിലെ മലബാർ പ്രദേശം, ആന്ധ്രയിലെ കോസ്റ്റൽ ആന്ധ്രയും റായൽസീമയും, കർണാടകയിലെ ചില ഭാഗങ്ങൾ എന്നിവ ചേർന്ന വലിയൊരു പ്രദേശമായിരുന്നു. സിനിമ നിർമ്മിച്ചത് തമിഴരും ഭാഷ തെലുങ്കും, സംവിധായകൻ മറാത്തിയും, അഭിനേതാക്കൾ കന്നഡിഗരുമായിരുന്നു എന്നത് അന്നത്തെ ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ ഒത്തൊരുമയെ കാണിക്കുന്നു. 1942 മെയ്യപ്പൻ സംവിധാനം ചെയ്ത സഭാപതി എന്ന കോമഡി ചിത്രം വലിയ വിജയമായി. എന്നാൽ യുദ്ധത്തിന്റെ കെടുതികൾ സിനിമയെ വല്ലാതെ ബാധിച്ചു. ജാപ്പനീസ് സേന മദ്രാസിൽ ബോംബ് വർഷിക്കുമെന്ന ഭയം ജനങ്ങളിലുണ്ടായി. അതോടൊപ്പം സിനിമയ്ക്കുള്ള ഫിലിം റോളുകൾക്കും വൈദ്യുതിക്കും സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഉദാഹരണത്തിന് 1943 മെയ്യപ്പൻ നിർമ്മിച്ച ഹരിശ്ചന്ദ്ര എന്ന സിനിമയ്ക്ക് ഫിലിം റോൾ കുറവായതിനാൽ സിനിമയുടെ നീളം 11,000 അടിയായി കുറയ്ക്കേണ്ടി വന്നു. അന്നത്തെ തമിഴ് സിനിമകൾക്ക് നാടകങ്ങളെപ്പോലെ 50ഓളം പാട്ടുകളും വളരെ കൂടിയ നീളവും ഉണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകർ ആ ചെറിയ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഈ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള ഒരു സിനിമ തമിഴിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയൊരു പരീക്ഷണം മെയ്യപ്പൻ സിനിമയിൽ കൊണ്ടുവന്നത്. മദ്രാസിലെ യുദ്ധഭയവും വൈദ്യുതിക്ഷാമവും കാരണം മെയ്യപ്പൻ വീണ്ടും തന്റെ സ്വന്തം ഗ്രാമമായ കാരക്കുടിയിലേക്ക് മടങ്ങി. അവിടെ മീനാക്ഷി സുന്ദരേശ്വർ കോർപ്പറേഷൻ എന്ന സ്വകാര്യ കമ്പനിക്കായിരുന്നു വൈദ്യുതി വിതരണത്തിന്റെ ചുമതല. അതുകൊണ്ട് അവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ദേവക്കോട്ടയിലെ സോമനാഥൻ ചെട്ടിയാർ എന്നൊരു ജമീന്ദാർ അവിടെ പുതിയൊരു റെയിൽവേ സ്റ്റേഷനും അതിനടുത്ത് ജനങ്ങളെ ആകർഷിക്കാൻ ഒരു നാടക തിയേറ്ററും നിർമ്മിച്ചിരുന്നു. നാടകവും സിനിമയും തമ്മിലുള്ള ബന്ധം നന്നായി അറിയാമായിരുന്ന മെയ്യപ്പൻ ആ നാടക തിയേറ്ററിനടുത്ത് തന്നെ 50ലധികം ഓലമേഞ്ഞ ഷെഡുകൾ നിർമ്മിച്ച് വലിയൊരു സ്റ്റുഡിയോ ഒരുക്കി. ഈ സ്ഥലത്തിനാണ് മെയ്യപ്പൻ ആദ്യമായി AVM സ്റ്റുഡിയോ എന്ന് പേരിട്ടത്. തന്റെ ആത്മകഥയിൽ മെയ്യപ്പൻ സ്റ്റുഡിയോയെ ഒരു ഫാക്ടറി എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണോ ജോലികൾ കൃത്യമായി വിഭജിച്ച് നൽകുന്നത്, അതുപോലെ ക്യാമറ, ശബ്ദം, എഡിറ്റിംഗ്, നിർമ്മാണം, വിതരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശമ്പളമുള്ള തൊഴിലാളികളെ വെച്ച് ഈ സ്റ്റുഡിയോയിൽ അദ്ദേഹം ചിട്ടയായി ചെയ്തു വന്നു. AVM സ്റ്റുഡിയോയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പരമേശ്വരൻ. 1946 AV മെയ്യപ്പൻ മദ്രാസിൽ നിന്നും കാരക്കുടിയിലേക്ക് വരുമ്പോൾ തന്നോടൊപ്പം കേരളത്തിൽ നിന്നുള്ള 12 വയസ്സുകാരനായ പരമേശ്വരനെയും കൂടെ കൂട്ടിയിരുന്നു. അവിടെ അസിസ്റ്റന്റായി ജോലിക്ക് ചേർന്ന പരമേശ്വരൻ ആദ്യമായാണ് ഒരു ഫിലിം റോൾ കഴുകിയെടുക്കുന്നത്, അതായത് ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നത്. 1947 പരമേശ്വരൻ അവിടുത്തെ ലാബിൽ അസിസ്റ്റന്റ് പ്രിന്ററായി ചുമതലയേറ്റു. അന്ന് യന്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ട്രാക്ക് ആൻഡ് ടാങ്ക് സിസ്റ്റം ഉപയോഗിച്ച് കൈകൊണ്ടാണ് ഫിലിം റോളുകൾ കഴുകിയെടുത്തിരുന്നത്. 380 അടിയോളം നീളമുള്ള ഫിലിം റോളുകൾ പ്രത്യേക രാസവസ്തുക്കൾ നിറഞ്ഞ ടാങ്കുകളിൽ മുക്കി ഡെവലപ്പ് ചെയ്ത് ഉണങ്ങാനിടുന്ന രീതിയായിരുന്നു അത്. പിന്നീട് 2018 AVMലെ ലാബ് അടച്ചു പൂട്ടുന്നതുവരെ നീണ്ട 71 വർഷക്കാലം പരമേശ്വരൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനി ലാബിൽ ജോലി ചെയ്തു. അക്കാലത്തെ മിച്ചൽ ക്യാമറകൾ, മൂവിയോള, സ്റ്റീംബെക്ക് എഡിറ്റിംഗ് മെഷീനുകൾ എന്നിവയുടെയൊക്കെ മാറ്റങ്ങൾക്ക് സാക്ഷിയായ ജീവിക്കുന്ന ചരിത്രമായിരുന്നു പരമേശ്വരൻ. 1940കളുടെ അവസാനത്തിൽ സിനിമ പുരാണ കഥകളിൽ നിന്ന് മാറി സാമൂഹിക വിഷയങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുന്നതിനായി NSK നാടകസഭ നാം ഇരുവർ എന്നൊരു നാടകം അവതരിപ്പിച്ചു. യുദ്ധകാലത്തെ കരിഞ്ചന്തയെക്കുറിച്ചുള്ള ഈ നാടകത്തിന്റെ അവകാശം 3000 രൂപ നൽകി മെയ്യപ്പൻ വിലയ്ക്ക് വാങ്ങുകയും അത് സിനിമയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാരുടെ ദേശീയ ഗാനങ്ങളായിരുന്നു ഈ സിനിമയുടെ പ്രധാന ആകർഷണം. അന്ന് സൂരജ്മൽ ആൻഡ് സൺസ് എന്നൊരു ഗ്രാമഫോൺ കമ്പനിക്കായിരുന്നു ഈ പാട്ടുകളുടെ പകർപ്പവകാശം. 10,000 രൂപ എന്ന അന്നത്തെ വലിയ തുക നൽകി മെയ്യപ്പൻ ആ പാട്ടുകൾ സ്വന്തമാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പാട്ടുകൾ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി മാറി. പത്രങ്ങളിലും റേഡിയോയിലും ആ ഗാനങ്ങൾ അലയടിച്ചു. ഒടുവിൽ മെയ്യപ്പൻ ആ പാട്ടുകളുടെ അവകാശം സർക്കാരിന് കൈമാറുകയും അത് പൊതുസ്വത്തായി മാറുകയും ചെയ്തു. AVM എന്ന ബാനറിൽ 1947 പുറത്തിറങ്ങിയ ആദ്യത്തെ സിനിമയായിരുന്നു നാം ഇരുവർ. ഒരു സിനിമയിലെ പാട്ടുകൾ എങ്ങനെ സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇത്. ഇതേ കാലത്ത് കാരക്കുടിയിൽ വെച്ച് AVM നിർമ്മിച്ച മറ്റൊരു മികച്ച ചിത്രമായിരുന്നു വേതാള ഉലകം. മുരുകേശൻ എന്നൊരു മികച്ച കലാകാരൻ ഈ സിനിമയിലെ ചില ഫ്രെയിമുകളിൽ നേരിട്ട് പെയിന്റ് ചെയ്ത് കളറാക്കി മാറ്റിയത് അന്ന് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരക്കുടിയിലെ സ്റ്റുഡിയോയിൽ നിന്നും തുടർച്ചയായി വലിയ വിജയ ചിത്രങ്ങൾ ഉണ്ടായതോടെ അവിടുത്തെ സ്ഥലമുടമ വാടക ഇരട്ടിയാക്കി.
അതേസമയം മദ്രാസിൽ വൈദ്യുതി നിയന്ത്രണങ്ങൾ മാറുകയും ചെയ്തു. ഇതോടെ 1949-ൽ മെയ്യപ്പൻ തന്റെ AVM സ്റ്റുഡിയോയെ മദ്രാസിലെ കോടമ്പക്കത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയിൽ നിന്നാണ് ലേലത്തിലൂടെ AVM ഈ സ്ഥലം വാങ്ങിയത്. മോഹൻ രാമൻ എന്ന സിനിമാ ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ കോടമ്പക്കത്ത് AVMന് മുൻപ് 1946-ൽ രാമയ്യയുടെ സ്റ്റാർ കമ്പൈൻസ്, 1948-ൽ BN റെഡ്ഡിയുടെ വിജയവാഹിനി സ്റ്റുഡിയോ എന്നിവ വന്നിരുന്നെങ്കിലും AVM വന്നതിന് ശേഷമാണ് ഈ പ്രദേശം സിനിമയുടെ സ്ഥിരാകേന്ദ്രമായി മാറിയത്. കോടമ്പക്കത്തെ പുതിയ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ വാഴ്ക്കയായിരുന്നു. തുടർന്ന് 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടം AVM സ്റ്റുഡിയോയുടെ സുവർണ കാലമായിരുന്നു. ഒരേ ഇരവ്, പരാശക്തി, അന്തന്നാൾ തുടങ്ങി നിരവധി ക്ലാസിക് സിനിമകൾ ഇവിടെ പിറവിയെടുത്തു. ഇന്ത്യൻ സിനിമയിലെ അതുല്യ നടനായ ശിവാജി ഗണേശൻ ആദ്യമായി അഭിനയിച്ചത് പരാശക്തി എന്ന സിനിമയിലായിരുന്നു. കമൽഹാസൻ, വൈജന്തിമാല തുടങ്ങി നിരവധി താരങ്ങളെ അവതരിപ്പിച്ചതും AVM ആണ്. 1956-ൽ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടു. അതോടെ മദ്രാസിലുണ്ടായിരുന്ന മലയാളം, തെലുങ്ക്, കന്നഡ സിനിമാക്കാർ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങി. ഇത് ചെന്നൈയിലെ സ്റ്റുഡിയോ വ്യവസ്ഥയ്ക്കേറ്റ ആദ്യത്തെ വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീട് 1970കളിൽ സിനിമയുടെ ചിത്രീകരണ രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. 1976-ൽ ദേവരാജ് മോഹൻ കൂട്ടുകെട്ടിൽ വന്ന അന്നക്കിളി ഗ്രാമങ്ങളിൽ പോയി ചിത്രീകരിച്ചു. തുടർന്ന് 1977-ൽ P. ഭാരതിരാജ സംവിധാനം ചെയ്ത 16 വയതിനിലെ എന്ന സിനിമ പൂർണ്ണമായും സ്റ്റുഡിയോയ്ക്ക് പുറത്ത് സാധാരണ ഗ്രാമങ്ങളിലാണ് ചിത്രീകരിച്ചത്. വില കുറഞ്ഞ ഓർവോ കളർ ഫിലിമുകൾ ഉപയോഗിച്ചുള്ള ഈ ഔട്ട്ഡോർ ഷൂട്ടിംഗ് തമിഴ് സിനിമയിൽ വലിയ ട്രെൻഡായി മാറി. അതോടെ സംവിധായകരും നിർമ്മാതാക്കളും സ്റ്റുഡിയോകളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. 1991-ൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ ചെന്നൈ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റി. നഗരത്തിൽ ജനസംഖ്യ കൂടിയതോടെ ഭൂമിയുടെ വില കുതിച്ചുയർന്നു. റിയൽ എസ്റ്റേറ്റ് മേഖല വളർന്നു. അതോടെ കോടമ്പക്കത്തുണ്ടായിരുന്ന വലിയ സിനിമാ സ്റ്റുഡിയോകൾ പലതും ഷോപ്പിംഗ് മാളുകൾക്കും ആശുപത്രികൾക്കും അപ്പാർട്ട്മെന്റുകൾക്കുമായി വഴിമാറി. AVM സ്റ്റുഡിയോയും ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു. അവരുടെ സ്റ്റുഡിയോയുടെ ഒരു ഭാഗം AVM രാജേശ്വരി എന്ന പേരിൽ ഒരു സിനിമാ തിയേറ്ററാക്കി മാറ്റി. കുറച്ചു സ്ഥലങ്ങൾ കല്യാണ മണ്ഡപങ്ങൾക്കും ഉയർന്ന അപ്പാർട്ട്മെന്റ്സിനും നൽകി. 1979 ഓഗസ്റ്റ് 12-ന് AV മെയ്യപ്പൻ അന്തരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബമാണ് AVMനെ മുന്നോട്ട് നയിച്ചത്. മാറുന്ന കാലത്തിനൊപ്പം AVM തങ്ങളുടെ നിർമ്മാണ ശൈലിയിലും മാറ്റങ്ങൾ വരുത്തി. 2007-ൽ അവർ നിർമ്മിച്ച രജനീകാന്ത് ചിത്രം ശിവാജി ദ ബോസ് അക്കാലത്തെ ഏറ്റവും നിർമ്മാണ ചെലവുള്ള ഇന്ത്യൻ സിനിമയായിരുന്നു. ഇന്ന് ആധുനിക കാലത്ത് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കായുള്ള പുത്തൻ കോണ്ടന്റുകൾ നിർമ്മിച്ചുകൊണ്ട് AVM പ്രൊഡക്ഷൻസ് ഇന്നും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. ചെന്നൈ നഗരത്തിലെ സിനിമാ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ AVM സ്റ്റുഡിയോ ഒരു വലിയ പാഠപുസ്തകമാണ്. ഗ്രാമഫോൺ റെക്കോർഡുകളിൽ തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രതിസന്ധികൾ അതിജീവിച്ച് നിശബ്ദ ചിത്രങ്ങളുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെയും കാലഘട്ടം കടന്ന് അത്യാധുനിക ഡിജിറ്റൽ സിനിമകൾ വരെ നീളുന്ന ഒരു മഹത്തായ യാത്രയാണ് AVMന്റേത്. പഴയ യന്ത്രങ്ങളും ലാബുകളും ഷൂട്ടിംഗ് ഫ്ലോറുകളും ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കിടയിൽ പലതും ഇല്ലാതായിട്ടുണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ കലയും സംസ്കാരവും രാഷ്ട്രീയവും രൂപപ്പെടുത്തുന്നതിൽ AVM സ്റ്റുഡിയോ വഹിച്ച പങ്ക് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു.